നിരന്നിടുവീൻ നിരം നെടുമീൻ പോർവീരരായി സുധീരരായി നിരം നെടുവീൻ നിരം നെടുമീൻ പോർവീരരായി സുധീരരായി ധരിപ്പിൻ ധരിപ്പിൻ സർവയുധ വർഗം ധരിപ്പിൻ ധരിപ്പിൻ ആത്മാവിൽ ധരിപ്പിൻ ആത്മാവിൽ ധരിപ്പിൻ വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുവീ ജയത്തിൻ കോട്ടികൾ വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുവീ ജയത്തിൻ കോട്ടികൾ എക്കാലം എക്കാലം ധ്വനിപ്പകാലമായി എക്കാലം എക്കാലം ധ്വനിപ്പകാലമായി മൽപ്രിയൻ വരുന്നു മൽപ്രിയൻ വരുന്നു പോരാട്ടമുള്ളത് പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല ജഡീകരോടല്ല പോരാട്ടമുള്ള സ്വർലോക സ്വർലോക ദുഷ്ടാത്മസേനയെ സ്വർലോക സ്വർലോക ദുഷ്ടാത്മസേനയെ 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 വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിടുവീൻ ജയത്തിൻ കോട്ടികൾ വിശ്വാസികളെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ചില വഴി വിശാലമായ വഴിയും വീതിയുള്ള വഴി നല്ല വഴിയെന്ന് തോന്നും. പക്ഷേ അതിന്റെ ഇരുവശത്തും പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ അതിലെ വിടുകയല്ല. ഇവരെ ദൈവം കറക്ക് നടത്തി ഞാൻ ഓടിച്ച് പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. അപ്പം രണ്ട് കാര്യം അറിയുള്ളൂ. ഒന്ന് കഴിക്കാനും രണ്ട് കുഴയ്ക്കാനും. യുദ്ധം ചെയ്യാൻ അറിയാൻ മേല, അറിയത്തില്ല. ഞാൻ ആ യുദ്ധം എന്ന് ഉദ്ദേശിച്ച ആത്മീയ യുദ്ധമാണ്. പെന്തിക്കോസ് വന്നിട്ട് 25 കൊല്ലം ഇപ്പോഴും പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആശീർവാദം പറയാൻ ചിലർക്ക് അറിയത്തില്ല. നാളൊക്കെ ആശീർവാദം കൊടുത്തു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കർത്താവേ രാവിലെ മുതൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയായി. അറിയത്തില്ല. ആ വരവും ഇരിപ്പുമൊക്കെ കണ്ടാൽ പൗലോസ് പോലും എൻ്റെ മുന്നിൽ പൗലോസ് പോയി പണി നോക്കാൻ പറ. പൗലോസ് അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയാൻ മേല, പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, പാട്ടറിയത്തില്ല. നോക്കി പാടിയാലും തെറ്റിക്കുക. വേറെയൊക്കെയാ പാടി വെക്കുന്നത്. അതിനകത്ത് പാട്ടെഴുതിയ പുള്ളി അന്തം വിടുക. ഞാനിങ്ങനെ ഒരു ലൈൻ പുള്ളി അകവാള് വിട്ട് കൈത് കേട്ടോണ്ട് എന്തെല്ലാം വെടലത്തരങ്ങളാണ്. സ്തോത്രം. അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പോരാടി പ്രാർത്ഥിക്കാൻ ഇതുവരെ ശീലിച്ചില്ല. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി യുദ്ധം ചെയ്യാൻ ശീലിക്കണം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നീ പോരാടി പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്ന്. രണ്ട് കാര്യം അറിയാം, കുഴയ്ക്കാനും കഴിക്കാനും. യുദ്ധം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ദൈവം ചുറ്റിച്ചു, വേറെ വഴി കൂടെ വിട്ടു. ഞാൻ ഓടിച്ചങ്ങ് നിർത്തിയ ആ ഭാഗം അങ്ങനെ നടത്തി ചെങ്കടലുമൊക്കെ കടത്തി മരുഭൂമി കൂടെ യാത്ര ചെയ്ത് വന്ന് ഇവര് ഷൂർ മരുഭൂമിയൊക്കെ കഴിഞ്ഞ് എലീം മാറ കഴിഞ്ഞു, എലീം കഴിഞ്ഞു, സീൻ മരുഭൂമി വന്ന് ഒടുവിൽ രബീദീമിലെത്തി. നീ ഓടിച്ച് പറയാം. രബീദീമിലെത്തിയപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടാതെ വന്നിട്ട് ഒരു വഴക്കുണ്ടാക്കി. ഇവർക്ക് തൊഴിലാണ് ആ വഴക്ക. ഇപ്പം പ്രാർത്ഥന ആയതുകൊണ്ട് പമ്മിയിരിക്കുന്നതേ ഉള്ളൊരു 3 മണിക്കൂർ. സ്റ്റെപ്പിറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ തന്നെ നിറം വെളിപ്പെടും. സ്റ്റെപ്പിറങ്ങണ്ട, 2ാമത്തെ നിലയിൽ ചെന്നപ്പോഴേ ഉടക്കായി. ഇങ്ങോട്ടോ എന്നാ പറയാ, അങ്ങ് പൊക്കോ. താഴെ ചെന്നില്ല. ഉടനെ പുള്ളി തിരിഞ്ഞേച്ച്, മേലിൽ ഇനി എന്നെ ഇത്ര കോളിന് താഴത്തെ ഇത് 3 നിലയല്ലേ, 2ാം നിലയിൽ ചെന്നപ്പോഴായി. താഴെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാം, നിങ്ങൾ ഓട്ടോയിൽ പൊക്കോളാം. ഇതാ നമ്മുടെ പ്രകൃതി. വഴക്ക. അപ്പൊ ചുരുക്കി പറഞ്ഞ് കൂടെ ഓടിപ്പോകുന്ന എങ്ങോട്ട് പോവാ? ഞാനും പെട്ടെന്ന് നിർത്താം. നമുക്ക് എല്ലാവർക്കും പോകാം. നീ തന്നെ കൂടെ പോകുന്നത്, ഞങ്ങളും പോവാം.
അപ്പൊ ശ്രദ്ധിച്ചേ, ഇവര് വഴക്കുണ്ടാക്കും. ഈ ജബീലിൽ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, വെള്ളം കിട്ടാതെ വന്നപ്പോ വഴക്കുണ്ടാക്കി. ചെറിയ വഴക്കല്ല, മോശ എറിഞ്ഞു പടത്താൻ കരിങ്കല്ല് കയ്യിലെടുത്തു. വഴക്ക് രൂക്ഷമായി. എറിഞ്ഞ് കൊല്ലടാന്ന് പറഞ്ഞ ഇയാളെ ഒറ്റ ഒരുത്തനാ നമ്മളെ കിട്ടി. മോളെ 17:4 വായിച്ചേ. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. പുറപ്പാട് 17:4 പെട്ടെന്ന് വായിച്ചു. വടക്ക് രൂക്ഷമായപ്പോ മോശ ദൈവത്തോട് നിലവിളിച്ചു, എന്റെ ദൈവമേ, ഈ ജനത്തിന് ഞാൻ എന്തോ ചെയ്യുന്നു? ഇവരെന്നെ കല്ലെറിയാൻ പോകും. അപ്പൊ എല്ലാത്തിന്റെയും കൈ കരിങ്കല്ലിരിപ്പുണ്ട്. ഡ്രമ്മും സൈഡ്രമ്മും എല്ലാം കളഞ്ഞു. സിയോൻ ഗീതാവിലെയും സംഗീത രത്നാവലിയും ബൈബിളും NIV KJV ഒക്കെ ദൂരോട്ടിറങ്ങി. മറ്റേത് 2 കമ്പുമായിട്ട് സൈഡ് ഡ്രം അതിലെടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഇപ്പൊ എന്നാ കരിങ്കല്ല് മുഴുവൻ, എല്ലാത്തിൻ്റെയും കൈ കരിങ്കല്ല. മോശ നോക്കിയപ്പോ എല്ലാത്തിൻ്റെയും കൈ കരിങ്കല്ല് കണ്ടേച്ച് മോശ പറയാ, എൻ്റെ ദൈവമേ എന്തോ ചെയ്യും? എന്നെ കല്ലെറിയാൻ പോകുന്നെന്ന്. സകല എണ്ണത്തിൻ്റെയും കൈ കരിങ്കല്ല്. പുറപ്പാട് പുസ്തകം വായിക്കേണ്ട 15:20 ഇവര് തപ്പെടുത്തവരാ. പുറപ്പാട് 15:20 ഇവര് തപ്പെടുത്തു. അങ്ങനല്ലേ മോളെ? 15:20 വായിച്ചേ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. അപ്പൊ 15:20 തപ്പെടുത്തവര് 17:4 കരിങ്കല്ല്. അപ്പൊ ഇവരെ എല്ലാത്തിനും കൊള്ളാം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് വേറെ പുസ്തകം എടുത്തോണ്ട് ഞായറാഴ്ച വരികയും ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ പാർട്ടിയുടെ കൊടിയും പിടിച്ചോണ്ട് ഇവര് പൊൻകുന്നത്തൂടെ മനസ്സിലാകുന്നില്ല. വെള്ളസാരി ഉടുത്തോണ്ട് അമ്മാമ്മ ഞായറാഴ്ച സഭയിലും വരും. പിന്നെ വേറെ കളറിലെ സാരി ഉടുത്തോണ്ട് പ്രകടനത്തിനും മനസ്സിലാകുന്നില്ല. സ്തോത്രം. സെക്രട്ടറി കളിച്ച് ഞായറാഴ്ച സഭയിലും വരും, ചൊവ്വാഴ്ച പരിപാടിക്ക് എല്ലാത്തിനും കൊള്ളാം. ചിലരുടെ മുഖത്തൊരു പരുവക്കേടൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് രോഗവും പിടികിട്ടി. സ്തോത്രം. 15:20 തപ്പെടുത്തവര് 17:4 വന്നപ്പം കരിങ്കല്ല് കയ്യിലെടുത്തു. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവ് കൊണ്ട് മറ്റൊരുത്തനെ ശപിക്കരുത്. ഒരു ഉറവയിൽ നിന്ന് എങ്ങനെ കയ്പും മധുരവും പുറപ്പെട്ടു വരുന്നത്? സ്തോത്രം. ഇവര് കരിങ്കല്ല് കൈയെടുത്ത് വഴക്കുണ്ടാക്കിയപ്പോൾ ക്ഷീണിച്ച് തകർന്നു പോയപ്പോൾ ഇവര് പുറകിൽ പോയി. അപ്പോൾ അമാലിക്കിന്റെ ശക്തികൾ പുറകിൽ കൂടെ കയറി വന്നു. അമാലിക്ക് കയറി വന്നപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. അമാലിക്ക് കയറി വരിക. അമാലിക്ക് കൊള്ളക്കാരാ. ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരങ്ങൾ തീർത്ത് കൊള്ളയടിക്കുന്ന സംഘങ്ങളാണ് അമാലിക്കിൽ. കുലത്തൊഴിൽ കൊള്ളയാ. ഇസ്രായേൽ മക്കളെ കൊള്ളയടിക്കാൻ വന്നതാ. കാരണം ഇസ്രായേൽ മക്കളുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നും ഉണ്ട്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അപ്പൊ ടൺ കണക്കിന് ഇവരുടെ കയ്യിൽ വെള്ളിയും പൊന്നുമുണ്ട്. മിസ്രൈമിനെ കൊള്ളയിട്ടല്ലേ വന്നേ. അപ്പോൾ കൊള്ളക്കാരാകുന്ന അമാലിയക്കാർക്ക് അറിവ് കിട്ടിയ ഒരു വലിയ കൂട്ടം വരുന്നു. ടൺ കണക്കിന് വെള്ളിയും പൊന്നുമുണ്ട്. ഇവരെ കൊള്ളയടിക്കണം. കൊള്ളക്കാരാകുന്ന അമാലിയക്കർ കയറി വന്ന് പ്രാരംഭത്തിൽ കൊള്ളയടിക്കാൻ ഒത്തില്ല. കാരണം അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ചെങ്കടലിഞ്ഞോട്ട് കയറിയപ്പോൾ ഒറ്റ ബലഹീനൻ തപ്പെടുത്ത് അടിച്ച് നൃത്തം ചെയ്യല്ലേ. അമ്മാമ്മ സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റ് അടിക്കും. മിന്നി സഹോദരിമാർ കൂടെ പരസ്യയോഗം, രഹസ്യ പ്രാർത്ഥന, കോട്ടേജ് മീറ്റിംഗ്, ഉണർവ് യോഗം. പിന്നെ ഇറങ്ങിയ സമയത്ത് നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. അത് ഹൈറേഞ്ചിനാ വണ്ടി പോകുന്നത്. നോൺ സ്റ്റോപ്പ്. അങ്ങ് ഭയങ്കര ഉണർവാ. പവർ കോൺഫറൻസും പവർ മീറ്റിംഗും ഒക്കെ ആയിരുന്നു. ഇപ്പൊ തന്നെ രബീരിൽ വന്നപ്പോ പവറുമില്ല, ഫയറുമില്ല, തമ്പേറുമില്ല, സൈട്രമുമില്ല, ഒന്നുമില്ല. ഇപ്പൊ എല്ലാത്തിൻ്റെ കൈ കരിങ്കല്ലെടുത്തവനെല്ലാം പുറകിൽ പോയി മിണ്ടുന്നില്ല. മിണ്ടാട്ടോ ഇല്ല, ഉരിയാട്ടോ ഇല്ല, പമ്മി ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രമാ. ഏറ്റവും പുറകിൽ പമ്മി ഇരിക്കുക. അന്നേരം അമാലിലേക്ക് പറഞ്ഞത് ഇപ്പൊ കയറി ചെല്ലാൻ നല്ല ചാൻസാന്ന് പറഞ്ഞു. അതിനാ ഒരെണ്ണം തോത്രവും പറയുന്നില്ല, കുത്തിയിരുന്ന് ഉറങ്ങുന്നു. പുറകെ കൂടെ അടിച്ച് നിരത്താൻ പറഞ്ഞു. അങ്ങനെ അമാലിലേക്ക് പുറകെ കൂടെ കയറി വന്നപ്പോൾ മോശയ്ക്കൊരു കാര്യം പിടികിട്ടി. ഇത് പരിവക്കേടാ. മോശ പെട്ടെന്ന് യോശുവയെ പറഞ്ഞ് പടക്കടത്തിലോട്ട് വിട്ടിട്ട് അഹരോനെയും ഹൂറിനെയും കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് മുടങ്കാലമടക്കാൻ. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്.
ദീർഘദിവസങ്ങളായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് വീണ്ടും പ്രബോധിപ്പിക്കുക. പ്രാർത്ഥന മുടക്കരുത്, ആരാധന മുടക്കരുത്, ഉപവാസം മുടക്കരുത്, പക്ഷപാത പ്രാർത്ഥന മുടക്കരുത്. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, അമാലേക്കിന്റെ ശക്തികൾ തകരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. യോശുവയെ യുദ്ധക്കളത്തിലോട്ട് വിട്ടിട്ട് അഹരോനെയും ഹൂരിനെയും കൂട്ടി. അഹരോൻ മോശയുടെ ജ്യേഷ്ഠനും ഹൂര് മോശയുടെ അളിയനാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, അളിയനെയും ചേട്ടനെയും പിടിച്ച് കുന്നിൻ മുകളിലോട്ട് കയറി പ്രാർത്ഥനയ്ക്ക് മുടങ്കാലം മുടക്കി. മോശ കുറെ നേരം പ്രാർത്ഥിച്ചു. അമാലേക്കിന് പരാജയം വരുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി, എന്റെ ഭാഷയാ, മയപ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാ നമ്മൾ വായിച്ച കുറുവാക്യം, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം പറയാ, വിശുദ്ധന്മാരെവിടെ കരമുയർത്തി പ്രാർത്ഥിക്കും അവിടെ ജയമുണ്ട്. നിന്റെ വീട്ടിൽ ചിലപ്പം അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണും, പലരും കാണും. പക്ഷെ വീട്ടിൽ എല്ലാവരും ഒന്നും കരം പൊക്കി പ്രാർത്ഥിക്കാൻ ഇല്ലെങ്കിൽ നീ ഒരു സഹോദരിയെ കാണുമ്പോൾ കരമുയർത്തി പ്രാർത്ഥിക്കാൻ മതി. നീ നിമിത്തം നിന്റെ കുടുംബത്തിന് വിടുതല. എന്റെ പ്രിയ മാന്യ സഹോദരന്മാരെ, നിന്റെ വീട്ടിൽ എല്ലാവരും ഒന്നും കൈപൊക്കി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കും ഇരുന്ന് കരമുയർത്തുന്നത് മതി. നീ നിമിത്തം നിന്റെ കുടുംബത്തിന് ജയമാ. സഭയ്ക്കകത്ത് ചിലപ്പോൾ എല്ലാവരും ഒന്നും കൈപൊക്കി പ്രാർത്ഥിക്കാൻ കാണുകയില്ല, എല്ലാവരും ഒന്നും കാണുകയില്ല. വേണ്ട, ഒരു 4-5 എണ്ണം കരമുയർത്തി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ സഭയ്ക്ക് ജയമാ. ദേശത്ത് അങ്കുലീഭരിതമായ ആൾക്കാരെ ഉള്ളു മതി. അവർ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ജയമുണ്ട്. ഇന്ന് രാത്രി ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. മോശെ കരമുയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിക്കും. ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ ദൈവം മാറ്റും. നിന്റെ തകർച്ചയെ ഇന്ന് രാത്രി മാറ്റും. നിന്റെ പരാജയത്തെ ഈ രാത്രി ജയമാക്കി തീർക്കാൻ പോകുക. എങ്ങനെ? പ്രാർത്ഥനയുടെ ആത്മാവിനാൽ. Praise the Lord. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, തളർന്നു പോകാതെ പ്രാർത്ഥിക്കണം, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഞാൻ ദീർഘമാക്കുന്നില്ല, വേഗത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോകുകയാണ്. മോശെ കരമുയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, രഹസ്യ പ്രാർത്ഥന മുടക്കരുത്, ഉപവാസ പ്രാർത്ഥന മുടക്കരുത്, സഭയുടെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന മുടക്കരുത്. നാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടാണ്, പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടണം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കുറച്ച് കഴിഞ്ഞ പ്രായമുള്ളയാളല്ലേ, മോശയുടെ കൈക്ക് ഭാരം, മോശയുടെ കൈക്ക് ഭാരം. 80 വയസ്സൊക്കെ കഴിഞ്ഞു. 80 കൂടുതലായി. 40 അവിടെ, 40 മരുഭൂമിയിലാണല്ലോ, അവിടെ മിദ്യാനിലും 40, 40, 80, പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ബാക്കി 40. അപ്പോൾ 80 ചിരുവാനമായി. പ്രായമല്ലേ. കുറേ നേരം കൈ പൊക്കിയപ്പോൾ കൈ കഴയ്ക്കുന്നു. അതങ്ങനെ സന്ധിയും ഞരമ്പും അസ്ഥിയും ധമനിയൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് കൈ കഴയ്ക്കും. നമ്മളിപ്പോൾ ചില കൺവെൻഷൻ ചെന്നാൽ ഡ്രില്ല് കളിപ്പിക്കുക. ഇപ്പം അത് കുറവായി. ഒരിടയ്ക്ക് ഭയങ്കര ഡ്രില്ല് എഴുന്നേൽപ്പിക്കുക, ഇരുത്തുക, കൈ വീശി വീശി ആട്ടി ആട്ടി ഒരിക്കൽ കൂടെ ശക്തിയോട് എന്തെല്ലാം വകുപ്പുകളാണ്. പണ്ടൊരു യോഗത്തിന് പോലെ തള്ളയ്ക്ക് വായി തള്ള, ഞാൻ പറഞ്ഞ തള്ള അവിടെ ഇരിക്കുക, അവന് വട്ടാണ് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കേ, നിങ്ങൾ അവിടെ ഇരിക്കുക. അവൻ ചുമ്മാ തീറ്റ് നല്ല പൂണൻ്റെ തീറ്റി ഒന്ന് ചേർന്ന് ആടുക, അല്ല വയ്യാത്തത് അത് കുഴയുക, അത് കിടന്ന് ആട്ടെ. കുറെ നേരം കൈ പൊക്കിയപ്പോൾ കൈ കരയ്ക്കുന്നു, കൈക്ക് ഭാരം. മോശയുടെ കൈ താഴുന്നു. അപ്പോൾ അമാലേക്ക് ജയിക്കുക. അപ്പം അഹരോനും ഹൂരും അപ്പുറം ഇപ്പുറം നിന്ന് കണ്ടപ്പോൾ കൈ കഴയ്ക്കുന്നു. അനിയൻ്റെ അളിയൻ്റെ ഉടനെ 2 പേരുടെ കണ്ണ് കാണിച്ചൊരു വലിയ കല്ല് കണ്ടു. 2 പേരുടെ ചെന്ന കല്ല് പിടിച്ച് സ്തോത്രം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടിട്ടേച്ച് അനിയനെ പിടിച്ച് കല്ലിലിരുത്തിയേച്ച് ഇടത്തും വലത്തും അപ്പുറം ഇപ്പുറം കൈ ഇങ്ങനെ താങ്ങിക്കൊടുത്തു. കൈ അതിന് ഞാൻ പറഞ്ഞ കൂട്ടായ്മയുടെ വലങ്കരം. താങ്ങരുത്, അളിയനിട്ട്. അളിയനെ കുറെ നാളായിട്ട് ഞാനൊന്ന് താങ്ങാനായിട്ട് ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തിയും ബലഹീനനെ അതല്ല, വലിയ കല്ല് കൊണ്ടിട്ട് അപ്പുറം ഇപ്പുറയും നിന്ന് അളിയന്റെ അനിയന്റെ കൈ ഭാരപ്പെട്ട
രണ്ടുപേരും കൂടെ കൈ താങ്ങി, അങ്ങനെ കൈ ഉയർത്തി, അങ്ങനെ ജയം. എന്ന് പറഞ്ഞാൽ കൂട്ടുവേലക്കാരൻ ഒരാൾ ക്ഷീണിച്ചാൽ അവനെ തകർക്കുകയല്ല, കൈത്താങ്ങൽ കൊടുക്കണം. നിന്റെ കൂട്ടുവിശ്വാസി ഒരാൾക്കൊരു ക്ഷീണമെന്ന് തോന്നിയാൽ വേറെ രണ്ടുപേരും മാറിയിരുന്ന് വെച്ച് കുരുക്കൊപ്പിക്കുകയല്ല, രണ്ടുപേരൂടെ ചെന്ന് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കണം. ഒരു വീട്ടിലൊരു പ്രയാസം ഉണ്ടായി, ഉടനെ ഇത് വന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ദൈവാത്മാവിനോട് പറഞ്ഞതാ ഇത് വരുമെന്ന്. പിന്നെ അതാണോ അതിൻ്റെ മര്യാദ? അല്ല. അവൻ ആ കഷ്ടത്തിൽ കൂടെ, ഏത് വിഷയമാകട്ടെ, കഷ്ടത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ ചെല്ലണം. സഹോദരി ഭാരപ്പെടണ്ട, സഹോദര ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും, ദൈവത്താൽ കഴിയാ. ഇത് ഒരു വാക്ക് പറയുമ്പോൾ അവന് ധൈര്യമാണെന്ന്. ഇത് ചെല്ലുകയില്ല, മിണ്ടുകയില്ല. പണ്ടൊരാൾ പറഞ്ഞില്ല കണ്ണും തുറക്കുകയല്ല പാലും കുടിക്കുകയല്ലെന്ന് പറഞ്ഞ പോലെ. അത് പോട്ടെ, മാറിയിരുന്ന് കുരുക്കൊപ്പിക്കുക, കുരുക്കാ ഉടനെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ മറ്റേ പുള്ളി ഇത് വന്നില്ലെങ്കിലേ ഉള്ളു, പിന്നെ വേറെ അടിയൊന്നും ആയില്ല വടിവെട്ടാൻ. അല്ലേ പ്രാർത്ഥിക്കുന്നവരായി കുരുക്കൊപ്പിക്കുന്നേ. അത് മര്യാദയല്ല. എന്ത് വിഷയവുമാകട്ടെ, ഏത് വിഷയവുമാകട്ടെ, നീ അതല്ല പറയേണ്ടത്, ചെല്ലണം. സഹോദരി ഭാരപ്പെടാതെ പ്രാർത്ഥിക്കാം. ഞങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിക്കാം. സഹോദര ഭാരപ്പെടാതെ ദൈവം വഴി തുറക്കും. കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കണം. അവനെ തകർക്കുകയല്ല, കൈത്താങ്ങൽ കൊടുക്കണം. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, തമ്മിൽ ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കൂട്ടുവിശ്വാസി ക്ഷീണിക്കുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തരുത്, തകർത്ത് കളയരുത്. അവന് വേണ്ടി പ്രാർത്ഥിച്ച് കൈത്താങ്ങൽ കൊടുത്ത് അവനെ ബലപ്പെടരുത്. ഒറ്റ ചിന്ത അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു നിർത്തുക. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പം രണ്ടുപേര് താങ്ങാനുണ്ടായിരുന്നു. ആരാ? ഹൂരും അഹരോനും. എൻ്റെ ഭാഷ പറഞ്ഞ അളിയനും ചേട്ടനും താങ്ങാനുണ്ടായിരുന്നു. ഒരു കാര്യം പറയാം, ഇനി നിനക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിലും നീ ക്ഷീണിക്കരുത്. ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളും കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? പക്ഷേ അവരൊക്കെ എങ്ങനെ പോകുന്നു? അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ സെന്ററിൽ ആളുണ്ട്, കേന്ദ്രത്തിൽ ആളുണ്ട്, പിന്നെ പ്രസ്പിറ്ററിയിൽ അവർക്ക് ആളുണ്ട്, പിന്നെ അവരുടെ ആൾക്കാരല്ല അമേരിക്കയിലും ഗൾഫ് രാജ്യത്ത്. അതുകൊണ്ട് അവര് നീ ഉമ്മാ ഊളത്തരം പറയരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. അത് ഏതായാലും വന്നതല്ലേ, കാലങ്ങ് പെരുക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം പറയാം, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നീ മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പെന്തക്കോസ് വന്ന് എനിക്ക് ഇതിനകത്തൊരു പിടിയില്ല. എൻ്റെ അപ്പനോ വല്യപ്പനോ അമ്മാച്ചനോ ആമൻ ആരും ഇതിനകത്തില്ല. ഒരു നേതൃത്വത്തിലുമില്ല, സെൻറ്ററിലുമില്ല, ഇൻഡറിലുമില്ല, ഉണ്ടറിലുമില്ല, ഒരു കുന്തത്തിനകത്തുമില്ല. ഒരു പിടിയില്ല. ആകെ ഒരു പിടിയുള്ളത് മേളില്ല. അത് മതിയല്ലോ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട. വിരുദ്ധമായി വരുന്നതൊന്നും തുമേ ഭയന്നിട. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു അനിതാ. ഇതെന്തു ഭാഗ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നിനക്ക് കൈത്താങ്ങ തരാൻ ആരുമില്ലെങ്കിലും ക്ഷീണിക്കരുത്, നീ തളർന്നു പോകരുത്. ദൈവത്തിന് മഹത്വം. ആ ചിന്ത നിങ്ങൾക്കറിയാം. യെരിഹോ കോട്ട പിടിക്കാൻ നേരത്ത് യെരിഹോ കോട്ട പിടിച്ചെടുത്ത്, പക്ഷേ ഹായി പട്ടണത്തിന്റെ മുൻപിൽ ചെന്ന് ഇവര് തോറ്റ് തുന്നം പാടി. അപ്പോൾ യോശുവ കവിണ്ണ് വീണു. ഹായി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റ് കവിണ്ണ് വീണപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കവിണ്ണ് വീഴണ്ട, ഇസ്രായേല് പാപം ചെയ്തു. യോശുവ ആൾക്കാരെ പിടികൂടി. അങ്ങനെ യഹൂദാ ഗോത്രത്തിൽ സർഗ്ഗകുലത്തിൽ സബ്ദിയുടെ കുടുംബത്തിൽ കർമ്മിയുടെ കുടുംബത്തിൽ ആകാനെ പിടിച്ച് കല്ലെറിഞ്ഞവനെ കൊന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ശുദ്ധീകരണം നടന്നു, ഇനിയിപ്പോ
വിടുതല. യോശുവ പതിയിരിപ്പ് നിർത്തിയേച്ച് ഹായി പട്ടണത്തിന് നേരെ കയറി ചെന്നപ്പോൾ പട്ടണക്കാരെല്ലാം കൂടെ യോശുവയ്ക്ക് നേരെ വന്നപ്പോൾ പതിയിരുന്ന ജനം പട്ടണത്തിന് തീയിട്ടു. പുകച്ചുരുള്ള മേളിലോട്ടൊടുങ്ങി. ഹായി പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോ പട്ടണം കത്തുന്നു. മുൻപിൽ യോശുവ. അപ്പൊ തമ്പുരാൻ യോശുവയോട് പറഞ്ഞൊരു പദമുണ്ട്, വായിപ്പിക്കുന്നില്ല. യോശുവയെ നിന്റെ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തുക. യോശുവ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തി. ആ 8-ാമത്തെ ആയത്തിന്റെ 18 കുന്തമെടുത്ത് ഏന്തി എന്നേ ഉള്ളൂ. എത്ര നേരം ഇങ്ങനെ നിന്നെന്നറിയാമോ? 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിപ്പിക്കുന്നില്ല, ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോ 2 പേര് താങ്ങാനുണ്ട്. എന്നാൽ യോശുവ കുന്തവും പിടിച്ച് നിന്നിട്ട് ആരും താങ്ങാനുമില്ല, സഹായിക്കാനുമില്ല. പക്ഷെ കുന്തമിട്ടിട്ട് പോയില്ല, ആരെയും പള്ളു പറഞ്ഞില്ല. യോശുവ ക്ഷീണിച്ചില്ല, യോശുവ മടുത്തില്ല. ജയമുണ്ടാകുന്നത് വരെ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിലേക്ക്. അടുത്ത ഫലമുണ്ട്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ മോശയുടെ കൈക്ക് ഭാരം വന്ന 2 പേര് താങ്ങി. യോശുവ കുന്തം പിടിച്ചിട്ട് ആരും താങ്ങാനില്ല, ഇട്ടിട്ട് പോകില്ല, ക്ഷീണിച്ചില്ല. കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, ദൈവം തമ്പുരാൻ യോശുവയോട് പറഞ്ഞു, പിന്നെ യോശുവയെ ഒരു കാര്യം പറയാം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കണം. മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ ആരും സഹായത്തിനില്ലെങ്കിലും ഒത്താശക്കില്ലെങ്കിലും നിനക്ക് ആര് ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ മുടിഞ്ഞു പോകാൻ, നശിക്കുവാൻ, തകർന്നു പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ കൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൊണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ കൂടെ. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അനർത്ഥ ദിവസത്തിൽ നിന്നെ കൂടാരത്തിൽ ലഭിക്കും. തിരുനിവാസത്തിന്റെ മറവ് നിന്നെ മറയ്ക്കും. ഭയങ്കരമാരുടെ ചീറ്റൽ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കറ്റത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റ് ശരണമായി നിന്നെ മറയ്ക്കുന്ന ദൈവം, നിന്നെ പിടിവിക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ സംരക്ഷിക്കുന്ന ദൈവം, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. ആമൻ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് ഇന്ന് രാത്രി ഞങ്ങൾ വരിക. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു എന്റെ യേശു. മുൻപിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നു നീണ്ട മരുഭൂമിയിലുള്ള കൈകൾ താങ്ങിടോ. യേശു എന്റെ യേശു നല്ല. ഓ യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടുക. യേശു നല്ലവൻ, അതേ യേശു എന്റെ യേശു. ഓ കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടോ, നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടോ. വീട്ടിലെത്തുവോളം മുഖത്തെ നോക്കിടോ. യേശു നല്ലവൻ, എന്റെ യേശു നല്ല. ഓ കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടോ, നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടോ. വീട്ടിലെത്തുവോളം താൻ മുഖത്തെ നോക്കി. ഓ യേശു എന്റെ യേശു നല്ല, എന്റെ യേശു. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഈ മകനീയമായ ശുശ്രൂഷയ്ക്ക്
എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതൻ സഹപടനായിരിക്കുന്ന ആദരണീയ കർത്തൃദാസൻ അജി പുത്തൂരിനും ഈ മാന്യ സഭയ്ക്കും ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർ, വിശേഷിച്ച് കൊച്ചുമം പാസ്റ്ററിൻ്റെ സ്നേഹിതനാണ്, മറ്റ് കർത്തൃദാസന്മാരുണ്ട്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. കൂടപ്പെട്ടവരുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിൽ വെളിയിലേക്ക് യാത്രയുണ്ട്, കൺവെൻഷനുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുമ്പോൾ എന്നെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാ മാതാക്കളോടും പിതാക്കന്മാരോടും കർത്തൃദാസന്മാരോടും കുഞ്ഞുങ്ങളോടും വിനീതമായിട്ട് അപേക്ഷിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ഈ രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം കർത്താവിൻ്റെ ദാസനോട് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കിയതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളിലും അവൻ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ, ആമേൻ, അതിശക്തമായ ദൈവ സാന്നിധ്യം ഒക്കെ അനുഭവിക്കാൻ സ്വർഗത്തിലെ ദൈവസനമൊരുക്കി സ്തോത്രം. ഞാൻ ദൈവം എനിക്ക് നൽകിയ ഒരു കാഴ്ചപ്പാടും ദർശനവും അനുസരിച്ചാണ് സത്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചത്. സ്തോത്രം. എൻ്റെ സ്വദേശം കൊല്ലത്ത് പുത്തൂരെന്ന് പറയുന്ന സ്ഥലമാണ്, കൊട്ടാരക്കരയ്ക്കടുത്ത്. ദൈവം എനിക്ക് 97 തന്ന ഒരു ദർശനപ്രകാരം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തു. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ, കേരളത്തിന് പുറത്ത് ബോംബെയുടെ പ്രദേശങ്ങളിലൊക്കെ. നല്ല ദൈവം 97 കർത്താവിൻ്റെ ദാസൻ, ശക്തനായൊരു ദൈവദാസൻ ബിജി അഞ്ചൽ, അന്ന് അദ്ദേഹം കർത്താവിൻ്റെ കരങ്ങളിൽ ഇറങ്ങിത്തിരിച്ച സമയമാണ്. ശക്തിയോടെ ശുശ്രൂഷ ചെയ്തിരുന്ന സന്ദർഭത്തിൽ ദൈവാത്മാവ് തന്നോട് ഇടപെട്ടു. ഞാനൊരു ഗായകനായി കേരളത്തിലെ എല്ലാ ടീമുകളിലും, കർത്താവിൻ്റെ ദാസൻ ആശാരി ഉപദേശം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ടീമുകളിലും, എല്ലാ ശ്രീ മാത്യു, JB പീറ്റർ, K. അബ്രഹാം ആദ്യ